നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ NTPCയിൽ തന്നെയാണ് ട്രേഡ് എടുത്തത്. ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് റിജക്റ്റായി. അത് റിജക്റ്റ് ആയേക്കെന്ന് നമുക്കിവിടെ കാണാം. ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ കൃത്യം മധ്യഭാഗത്ത് നിന്നാണ് ഓപ്പൺ ചെയ്ത് റിജക്റ്റ് ആയേക്കുന്നത്. അതിനുശേഷം രണ്ട് ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. നമ്മളുടെ എൻട്രി നമ്മൾ പലപ്പോഴും എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഗ്രീൻ ക്യാൻഡിലുകളുടെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെഡ് ക്യാൻഡിലുകളുടെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഡയറക്ഷനിലേക്ക് എൻട്രി എടുക്കാറുള്ളത്. ഇന്നൊരു ഡൗൺ ട്രെൻഡ് കാണിച്ചത് കൊണ്ടും മധ്യഭാഗത്തു നിന്നാണ് കൃത്യമായി തിരിവെടുത്തത് എന്നുള്ളത് കൊണ്ടും നമ്മൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ റിവേഴ്സ് ചെയ്ത സമയത്ത് താഴത്തേക്ക് എൻട്രി എടുത്തു. 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം 1:2 ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി 1:2 ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു ക്യാൻഡിലിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾ കാണുന്നത് ഇവിടെ 1:1 ടച്ച് ചെയ്തു മാർക്കറ്റ്. അതിനുശേഷം ഓൾ ഓവർ ദ മാർക്കറ്റിൽ നിന്ന് അപ് ട്രെൻഡിലായിരുന്നു. സോ അതിനുശേഷം ഇതൊന്ന് റിവേഴ്സായി. ഇന്നത്തെ ഡേ ഹൈ വീണ്ടും ഒന്ന് ചെന്ന് അവിടുത്തെ കുറച്ച് സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ എന്തൊക്കെയോ അവിടം വരെ ടെസ്റ്റ് ചെയ്തു. എല്ലാം സ്റ്റോപ്പ് ലോസും എടുത്തതിന് ശേഷം, ഇതിനാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. അതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് എല്ലാം എടുത്തു. അതിന് ശേഷം 1:2 ടാർഗറ്റിലേക്ക് മാർക്കറ്റിൽ നിന്ന് വന്നു. ഈ 1:2 എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ കൃത്യം മധ്യഭാഗത്താണ്. ഓക്കെ, അപ്പോൾ ഒരു മധ്യഭാഗം വിട്ടാൽ അടുത്ത മധ്യഭാഗം മറ്റൊരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ട് മാർക്കറ്റിന് തിരിവുകൾ വരുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇവിടുന്ന് എൻട്രി എടുത്തപ്പോൾ ഈ ഒരു പോയിൻറ്റിനെ സപ്പോർട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ എൻട്രി എടുത്തത്. എന്നിരുന്നാൽ പോലും നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കുമ്പോൾ 0.5% നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളത് സ്റ്റോപ്പ് ലോസ് വെച്ചു. ആക്ച്വലി ഈ ക്യാൻഡലിൻ്റെ മേളിൽ വരെ ഇല്ലെങ്കിൽ ഇവിടെ വരെ മാർക്കറ്റിന് റീടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് മാർക്കറ്റിൽ നിന്ന് ചെയ്തു. സോ നമുക്കവിടെ അവിടം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കണക്കൂട്ടി വെക്കുന്ന ആ സ്റ്റോപ്പ് ലോസ് തന്നെ ഇന്ന് കൊടുത്തു. അതിനുശേഷം മാർക്കറ്റ് ടച്ച് ചെയ്തു. അതായത് നമ്മുടെ വ്യൂ കറക്റ്റ് ആയിരുന്നു. എന്നാൽ മാർക്കറ്റിന് എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട്. ഏത് സമയത്ത് മാർക്കറ്റിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കതിനകത്ത് യാതൊരുവിധ കൺട്രോളും ഇല്ല. ഓക്കെ, നമുക്ക് ആകെപ്പാടെ കൺട്രോൾ ഉള്ളത് നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ മാത്രമാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇവിടം വരെ മാർക്കറ്റ് വന്നിട്ട് വീണ്ടും തിരിയില്ലെന്ന് നോക്കിയിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ള സ്റ്റോപ്പ് ലോസ് പോലും ആ കൺട്രോളിന് അപ്പുറത്തേക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്താൽ നമ്മുടെ കണക്കുകളെല്ലാം തെറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ സ്ട്രാറ്റജിയോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെക്നിക്കോ അല്ല വിജയിക്കുന്നത്. മറിച്ച് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ വിജയിക്കേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി എല്ലായ്പ്പോഴും ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് 50% വിൻ പ്രോബബിലിറ്റിയും അതുപോലെ തന്നെ 50% ലോസും പ്രോബബിലിറ്റിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കണക്ക് ഒരു വയലേഷൻ ഇല്ലാതെ കൃത്യമായി നമ്മളത് പാലിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രോബബിലിറ്റി ബേസ് ചെയ്തുകൊണ്ട് റിസ്ക് റിവാർഡ് വെച്ചിട്ട് വിന്നിങ് പൊസിഷനിലേക്ക് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 100 ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റിൽ നിൽക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇന്ന് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ നോക്കാം. നമുക്ക് 123 രൂപ 50 പൈസയാണ് ലോസ് വന്നേക്കുന്നത്. ഓക്കെ, നമ്മൾ 9:30 എൻട്രി എടുത്തത്. ഇവിടെ കാണുന്ന പോലെ 376 രൂപയ്ക്ക് എൻട്രി എടുത്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ബൈയിങ് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയേക്കുന്നത് 377.90. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓർഡർ നമ്മൾ 370.30 ടാർഗറ്റ് ഓർഡർ ഇട്ടേച്ചത്. 1:2 ടാർഗറ്റ്, നമ്മളിന്ന് 1:3 ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് ഇവിടെയാണ് 370.30. ഇന്ന് 1:2 ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 372.20. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇന്ന് മാർക്കറ്റ്, ഇതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ഉള്ള വാല്യൂ ഒന്ന് നോക്കിയേക്കുക. എനിക്ക് തോന്നുന്നു 1:3 ഒരുപക്ഷെ ഇത് വീണ്ടും വന്നേക്കാം. ഇവിടെ ഒരു റിജക്ഷൻ ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് വീണ്ടും ഇതിലേക്ക് തന്നെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ പറയുന്ന വേറൊന്നും ബേസ് ചെയ്തിട്ടല്ല. ഇന്നലത്തെ മാർക്കറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം 2.37% ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഹൈയിൽ നിന്നും മറ്റേ ലോയിലേക്ക് ഇവിടെ ഇതുവരെ 1.98 മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളൂ. 1 ഇവിടെ വരെ നോക്കുമ്പോൾ 1.4 ആണ്. അതായത് ഇന്നലെ മൂവ് ചെയ്ത അത്രയും തന്നെ ഇതിന് വേണമെങ്കിൽ ഇന്നും മൂവ് ചെയ്യാം. മനസ്സിലാക്കേണ്ടത് ലാസ്റ്റ് 14 ഡേയ്സ് ഇല്ല ലാസ്റ്റ് 5 ഡേയ്സ് ഇതിൻ്റെ ആവറേജ് ATR എടുത്തു കഴിഞ്ഞാൽ അത് അറൗണ്ട് ഒരു 3%-അടുത്താണ്. അതുകൊണ്ട് തന്നെ 3% വരെ ഇതിന് ലോ ടു ഹൈ മാർക്കറ്റിന് പോകാം. ഇപ്പോൾ ഓൾറെഡി 2 തവണ ഇത് ഹൈ ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് ഇത് ഈ ഹൈയിൽ നിന്നും
ലോ ഒന്നും കൂടെ പുതുക്കി താഴത്തേക്ക് വെക്കാനുള്ളൊരു സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ 1:3 മാർക്കറ്റിൽ നിന്ന് വന്നേക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്തു, ഇല്ലെങ്കിൽ എത്രയാണോ കൊടുക്കേണ്ടത് അത് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ കഴിവ്, അതർവൈസ് നമ്മളുടെ കൺട്രോൾ പൂർണ്ണമായും ഉള്ളത് എത്ര രൂപ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം എന്നതിൽ മാത്രമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഈ ഒരു ദിവസം നമ്മൾ 2 ട്രേഡ് എടുത്തു, അതുകൊണ്ടാണ് ഇവിടെ 302 നിങ്ങൾ കാണുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 124, 120, 128 ഈ പറയുന്ന ഒരു റേഞ്ച്, അതായത് 125 റേഞ്ചിനടുത്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി NTPC നമ്മളിപ്പോൾ ട്രേഡ് ചെയ്ത് കണ്ടിന്യൂസ് അതിൽ മാത്രം ട്രേഡ് എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 ദിവസമാണ് ആയത്. അതിൽ 2 ദിവസം നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി, 2 ദിവസം പ്രോഫിറ്റ് കിട്ടി. ഈ സ്റ്റോപ്പ് ലോസ് വന്ന 2 ദിവസവും നമ്മുടെ ലോസ് എന്ന് പറയുന്നത് നിങ്ങളിവിടെ കാണുന്നുണ്ട് 323 രൂപ 50 പൈസയാണ്. പ്രോഫിറ്റ് വന്ന 2 ദിവസം നമ്മൾ പ്രോഫിറ്റ് എടുത്തേക്കുന്നത് നിങ്ങളിവിടെ കാണുന്നുണ്ട് 247 രൂപയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ നല്ല കോൺഫിഡൻസിലാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി നെറ്റ് 45 ഡേയ്സ് നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ 100 ദിവസത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് 44 ദിവസം കഴിഞ്ഞു, ഏകദേശം പകുതിയോളാകുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 24 ദിവസം, അതായത് മെജോറിറ്റി ദിവസം നമുക്ക് ലോസാണ് ഹിറ്റ് ചെയ്തേക്കുന്നത്. അതിൽ പകുതിയിൽ താഴെ ദിവസം ഏകദേശം ഒരു 45% ഡേയ്സ് ആണ്. 20 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 45% ആണ്. അത്രയും വിന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 40% വിന്നേ ഉള്ളെങ്കിൽ പോലും നമ്മൾ പ്രോഫിറ്റിൽ വരും. പക്ഷേ ഇവിടെ നമ്മൾ ലോസ് കാണിക്കുന്നതിൻ്റെ കാര്യം, ഒരു ദിവസം ഒരു അബദ്ധം സംഭവിച്ചിട്ട് നമുക്ക് ഒരു 1000 രൂപയുടെ ലോസ്, അത് ക്വാണ്ടിറ്റി ബൈ മിസ്റ്റേക്ക് സംഭവിച്ച മിസ്റ്റേക്ക് ആർക്കും സംഭവിക്കാം, അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് ഒഴിച്ചു നിർത്തിയാൽ നെറ്റ് ഇവിടെ നമ്മൾ പ്രോഫിറ്റിൽ വരുമായിരുന്നു. ഓക്കെ, അതെന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് 100 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോയാൽ പോലും വളരെ മികച്ച റിട്ടേണിലേക്ക് എത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് നമുക്ക് 100 ദിവസത്തിലേക്ക് എത്തുമ്പോൾ അത് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എൻ്റെ കോൺഫിഡൻസ് അല്ലെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് ഈ കഴിഞ്ഞ ഒരു 2.5 കൊല്ലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നമ്മൾ അടുപ്പിച്ചൊരു 20 ദിവസം ട്രേഡ് ചെയ്തിട്ടുണ്ടോ, ഓൾമോസ്റ്റ് ടൈം നമ്മളുടെ അക്കൗണ്ട് 0 ആകാറുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇട്ട പൈസ മുഴുവൻ പോകാറുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഇറക്കിയത് 10,000 രൂപയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നെറ്റ് 377 രൂപയെ പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ഓരോ ദിവസം ഇറക്കുന്ന തുക എന്ന് പറയുന്നത് 5,000 രൂപയുള്ളൂ. മനസ്സിലാക്കേണ്ടത്, ഇതിന് മുന്നേ നമ്മൾ ഒരു 20 ദിവസമൊക്കെ എപ്പോഴൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ടോ കണ്ടിന്യൂസ്, അപ്പോഴൊക്കെ മിനിമം ഒരു 20,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ലോസ്, അതായത് പല വട്ടം നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടായിട്ട് 0 ആയി പോയിട്ടുണ്ട്. അപ്പോൾ പല വട്ടം എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു 10,000-60,000 രൂപയ്ക്ക് മുകളിൽ അധികം തുക നമ്മൾ കളയാഞ്ഞത് കൊണ്ടിട്ടാണ്. അതായത് കൂടുതൽ തുക, ഇപ്പോൾ ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ കൊണ്ടുവന്നിട്ട് ട്രേഡ് പഠിക്കാനിരിക്കുന്ന ഒരാൾക്ക് ആ 10 ലക്ഷവും പോയ ചരിത്രമാണ് എല്ലാവരും തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഓക്കെ, അതായത് വിജയിച്ച ഏതൊരാളെ എടുത്ത് നോക്കിയാലും അവരൊക്കെ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ ആദ്യം അവരുടെ സമ്പാദ്യമായിട്ടുണ്ടായിരുന്ന ഫുൾ എമൗണ്ട്, ഓൾമോസ്റ്റ് ഫുൾ എമൗണ്ട് തന്നെ ഇട്ടിട്ടാണ് എല്ലാവരും ചെയ്തത്. കാരണം ആദ്യം വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിലെന്തായിരിക്കും ഉണ്ടാകുന്നത്, ഒരു ഗ്രീഡ് ഉണ്ടാകും, കൂടുതൽ ലാഭം ഉണ്ടാക്കണം, എത്രയും പെട്ടെന്ന് റിച്ച് ആവണം. എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു ആഗ്രഹം തന്നെയാണ്, തെറ്റ് പറയാനൊന്നുമില്ല. സോ കയ്യിലുള്ള ഫുൾ എമൗണ്ട് കൊണ്ടുവന്ന് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു. അവരൊക്കെ തന്നെ വാഷ് ഔട്ടായിട്ടുണ്ട്. അതായത് അക്കൗണ്ട് തീർത്തും 0 ആയി, സമ്പാദ്യം മൊത്തം നഷ്ടപ്പെട്ടു, വീണ്ടും പണിക്ക് പോയി, എന്നിട്ട് പൈസ ഉണ്ടാക്കി വീണ്ടും വന്നു. അങ്ങനെ മിനിമം 3 ടൈംസ് എങ്കിലും അക്കൗണ്ട് ഓൾമോസ്റ്റ് ആൾക്കാർ ഒരു 90% വിജയിച്ച ട്രേഡേഴ്സ് മിനിമം ഒരു 3 ടൈംസ് എങ്കിലും അക്കൗണ്ടിലിട്ട ഫുൾ എമൗണ്ട് കളഞ്ഞിട്ട് ട്രേഡ് നിർത്തി വെച്ചിട്ട് പിന്നെ വേറെ പണിക്ക് പോയിട്ട് വീണ്ടും പൈസ കൊണ്ടുവന്നിട്ടിട്ട് ചെയ്ത് വിജയിച്ചവരാണ്. ഓക്കെ, അപ്പോൾ ഈ ഹിസ്റ്ററി, ഓരോരുത്തരുടെ ഹിസ്റ്ററി, അവർ ട്രേഡ് ചെയ്യുന്ന ലൈവ് ട്രേഡുകൾ, അവരുടെ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് അവരെങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടു പഠിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരു കാര്യത്തിലും നമുക്ക് ഇവിടെ കൺട്രോൾ ഇല്ല ഒന്നൊഴിച്ച്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസ കളയാം എന്നതൊഴിച്ച് നമുക്ക് മറ്റൊരു കൺട്രോളും ഇല്ല. അപ്പോൾ ഈ കളയുന്ന പൈസയെ നിയന്ത്രിച്ചുകൊണ്ട് പ്രോബബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ കഴിവല്ല, പ്രോബബിലിറ്റി മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിവാന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ എടുത്തേക്കുന്ന പെർഫെക്റ്റ് എൻട്രിയാണ്, ഒരു തെറ്റുമില്ല ഇതിനകത്ത്. ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഇത് മിനിമം 1:2 എങ്കിലും പോകണം. കാരണം ഈ മധ്യഭാഗത്താണ് നമ്മുടെ 1:2 വരുന്നത്. ഓക്കെ, ഈ 2 റേഞ്ചുകളുടെ മധ്യഭാഗമാണ്. അപ്പോൾ അവിടെ വരെ വരും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്, നമുക്കതറിയാം. നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് ഇത്ര വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്, മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുമുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത്,
ഇത് തിരിച്ചു പോയി ഹിറ്റ് ചെയ്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് മാർക്കറ്റിനെ ചലഞ്ച് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. മാർക്കറ്റിനെ ബഹുമാനിക്കുക. മാർക്കറ്റിന് എന്ത് തീരുമാനം ഏത് സമയത്തും എടുക്കാം, അതിനെങ്ങോട്ട് വേണമെങ്കിലും പോവാം. അതിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് തടയാനോ നിയന്ത്രിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് നമ്മൾ ടൈറ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എൻട്രി എടുത്താൽ അപ്പം തന്നെ വെച്ച് കൊടുക്കുക. അത് പോണത് പൊക്കോട്ടെ. ഈ പ്രോബബിലിറ്റി വെച്ച് മാത്രം നമുക്കിവിടെ വിജയിക്കാൻ പറ്റും. അപ്പോൾ 100 ട്രേഡ് എടുക്കുമ്പോൾ 40 ട്രേഡ് വിൻ ചെയ്താലും നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് കാണിക്കും. ഓക്കെ, അത് നമുക്ക് 100 ട്രേഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ 44 ദിവസം ഇപ്പോൾ ആയിട്ടുണ്ട്. സോ ഞാൻ ഹാപ്പിയാണ്, കാരണം അക്കൗണ്ട് വാഷ് ഔട്ട് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ വിജയിച്ച എല്ലാ ട്രേഡേഴ്സും അക്കൗണ്ട് വാഷ് ഔട്ട് ആക്കിയിട്ടുള്ളവരാണ് ഒരു വട്ടമെങ്കിലും, അല്ലാതെ ഒരാളും ഇവിടെ വിജയിച്ചിട്ടില്ല. സോ നമ്മുടെ കയ്യിൽ വലിയ തുക ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് തുക ഇട്ടിട്ട്, കാരണം ഇവരൊക്കെ പറഞ്ഞതിൽ നിന്ന് നമുക്കറിയാം നമ്മളിത് പഠിച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ അക്കൗണ്ട് എന്തായാലും 0 ആകും. 1 തവണയോ 2 തവണയോ 3 തവണയോ. അപ്പോൾ ആ ഒരു ഫേസ് കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ഒരു 2.5 കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു മാസം പൂർത്തിയാകുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ട് 0 ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മാസമല്ല, നമ്മൾ തുടങ്ങിയതെന്നാ. നമ്മൾ മെയ് 24-ാം തീയതി തുടങ്ങിയ, മെയ്, ജൂൺ, ഇപ്പോൾ ജൂലൈ 12-ാം തീയതിയായി. അപ്പം 3-ാമത്തെ മാസം റണ്ണിങ്ങിലാണ്. 44 ദിവസമായി. മറ്റത് 20 ദിവസം ട്രേഡ് ചെയ്താൽ ഗ്യാരണ്ടിയാണ് അക്കൗണ്ട് 0 ആകുമായിരുന്നു. ഇപ്പോൾ 44 ദിവസം ആയിട്ടും അക്കൗണ്ട് 0 ആയില്ലെന്നല്ല, നമ്മൾ ഇടുന്ന അലോക്കേറ്റഡ് എമൗണ്ട്, അതായത് 10,000 രൂപ അക്കൗണ്ടിലുണ്ട് 5,000 രൂപ വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നുള്ളൂ. ആ എടുക്കുന്ന 5,000 രൂപ എന്ന് പറയുന്നത് ഇത്രയും ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല. നെറ്റ് ലോസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഈ മാസത്തെ ലോസ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 649. സോ ഇത് വളരെ മികച്ചൊരു റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന. കാരണം ഇതൊരു ഫേസാണ്. 3 ഫേസായിട്ട് നമുക്കിതിനെ തരംതിരിക്കാം. അതായത് ട്രേഡിംഗ് തുടങ്ങി ഇത് നമ്മുടെ കഴിവ് കൊണ്ട് വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നൊരു കാലഘട്ടം നമുക്കുണ്ടാകും. കാരണം നമ്മൾ പല പരീക്ഷകളും എഴുതി വിജയിച്ച്, പലയിടത്തും നല്ല മാർക്ക് മേടിച്ച്, പല പ്രൊഫഷനിൽ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ട്രേഡിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ മേഖലയിൽ നമ്മൾ ഓൾറെഡി തിളങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു തോന്നലുണ്ടാവും മാർക്കറ്റിൽ വന്നാൽ അതുപോലെ തന്നെ മാർക്കറ്റിനെ ക്രാക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് വിജയിക്കാമെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ ബുദ്ധി എല്ലാം എടുത്ത് പ്രയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് തുടക്കത്തിൽ. ഈ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ കാണണം, നമ്മുടെ ബുദ്ധി അനുസരിച്ചിട്ടാണെങ്കിൽ ഇത് പോയി സ്റ്റോപ്പ് ലോസ് അടിക്കരുത്, ഇത് ഇവിടെ വരേണ്ടതാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ സ്വാതന്ത്ര്യം അതാണ്, അത് ആ സ്വാതന്ത്ര്യം എടുക്കും. അത് എന്ത് തോന്നിവാസവും കാണിക്കും. നമുക്ക് അതിനകത്ത് ഒന്നും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്തു, നമുക്ക് ലോസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പലവട്ടം സംഭവിക്കുമ്പോഴാണ്, പലവട്ടം അക്കൗണ്ട് 0 ആകുമ്പോഴാണ് പലരും മനസ്സിലാക്കുന്നത് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കിതിനകത്ത് ഒന്നും ചെയ്യാനില്ല, എൻ്റെ കഴിവ് കൊണ്ട് എനിക്കിതിനകത്ത് വിജയിക്കാൻ പറ്റില്ലെന്ന് പൂർണ്ണ ബോധ്യം വരുന്നൊരു ഫേസ് ഉണ്ട്. ആ സമയത്താണ് എല്ലാവരുടെയും അക്കൗണ്ടുകൾ പലപ്പോഴും പല തവണയായിട്ട് വാഷ് ഔട്ട് ആകുന്നത്. എത്ര രൂപ ഇട്ടാലും അതെല്ലാം 0 ആകും. ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മൾ പരുവപ്പെട്ടു, എൻ്റെ നിയന്ത്രണത്തിലല്ല, എനിക്കിനി ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല, ബുദ്ധിപരമായി എനിക്കൊന്നും കണ്ടുപിടിക്കാനില്ല എന്ന് ഒരാൾ സ്വയം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഏതാണ്ട് ആ ഒരു ഫേസിലാണുള്ളത്. അതായത് ഇപ്പോൾ എനിക്കറിയാം ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അപ്പം തന്നെ വെച്ചോണം. കാരണം എൻ്റെ കൺട്രോളിലല്ല. ഈ ട്രേഡ് എത്രമാത്രം പ്രോഫിറ്റിലാകാനുള്ള സാധ്യതയുണ്ടോ അത്ര തന്നെ സാധ്യത ഈ ട്രേഡ് ലോസിൽ പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ ഫിസിക്സിൻ്റെ തിയറീസൊക്കെ പഠിക്കുമ്പോൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. ഒരേ സമയം തന്നെ സാധ്യത, 2 സാധ്യതകൾ ഒരേ സമയത്ത് ഉണ്ടാവുകയാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ തിയറിയിൽ പോലും ഒരേ സമയത്ത് അതാണ് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖല എടുത്താലും ഒരേ സമയം അവിടെ എല്ലാം 2 സാധ്യതകളുണ്ട്. അതൊരു പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്, ഒരു പ്രപഞ്ച സത്യമാണ്. സാധ്യതകൾ എല്ലായ്പ്പോഴും 2 എണ്ണം ഉണ്ടാവും. നമുക്കതിനകത്തൊരു ചാൻസ് എടുക്കുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ വിജയിക്കുകയാണെങ്കിൽ വിജയിക്കുന്നത്, അതർവൈസ് നമ്മൾ തോക്കുകയാണെങ്കിൽ അത് നമ്മുടെ കഴിവുകേടായിട്ടും കാണണ്ട. ഓക്കെ, ഇവിടെ നമുക്ക് യാതൊരുവിധ റോളും ഇല്ല. പ്രപഞ്ചം അതിന് തോന്നിയതുപോലെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റ് അതിന് തോന്നിയതുപോലെ ബിഹേവ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പോലും, നമ്മുടെ ലൈഫ് പോലും നമുക്ക് മാക്സിമം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നും നമ്മുടെ കൺട്രോളിലില്ല, നമ്മുടെ ലൈഫിൽ പോലും. സോ മാർക്കറ്റിലും ഇവിടെ അങ്ങനെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രോബബിലിറ്റി, ഈ 2 സാധ്യതകളുണ്ട്. ഈ 2 സാധ്യതകളിൽ 50-50 ചാൻസാണ് ഉള്ളതെങ്കിൽ എൻ്റെ റിസൾട്ട് 50% വരുമെങ്കിൽ, ഇല്ലെങ്കിൽ
അതിൽ താഴെയാണെങ്കിൽ പോലും എനിക്കതിനകത്ത് നിന്ന് എങ്ങനെ വിജയിക്കാൻ പറ്റും? അതിനാണ് നമ്മൾ റിസ്ക് റിവാർഡ് 1:2 നഷ്ടം വരുത്തുമ്പോൾ 1 പോർഷൻ നഷ്ടം, പ്രോഫിറ്റ് വരുത്തുമ്പോൾ 2 പോർഷൻ പ്രോഫിറ്റ്, ഇങ്ങനെ ഒരു റിസ്ക് റിവാർഡ് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വിജയത്തിലേക്ക് എത്തൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഫേസാണ് സെക്കൻഡ് ഫേസ്. അങ്ങനെ സംഭവിക്കുമ്പോൾ സെക്കൻഡ് ഫേസിൽ വരുമ്പോഴാണ് നമുക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട്, കുഴപ്പമില്ല, പക്ഷേ അക്കൗണ്ട് സീറോ ആകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പോൾ എന്താണ്, ആദ്യം നമ്മുടെ കോൺഫിഡൻസ് മൊത്തം നഷ്ടപ്പെട്ടു, എനിക്കൊന്നും ചെയ്യാനില്ല ഇതിനകത്തുനിന്ന് നമ്മൾ തിരിച്ചറിയും. ആ ഒരു ഫേസിലാണ് 90% ട്രേഡേഴ്സും ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ട്രേഡിങ് നിർത്തിയിട്ട് പോകും. അപ്പോൾ 90% ഫിൽട്ടർ ഔട്ട് നടക്കുന്നത് അവിടെയാണ്, ഫസ്റ്റ് ഫേസിലാണ്. സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ കഴിവിലൊന്നും ഒരു കാര്യവുമില്ല. ഓക്കെ, നേരെ മറിച്ച് ഇവിടെ ഈ ചാൻസ് എടുക്കുക, ഈ പ്രോബബിലിറ്റി എടുക്കുക, അതിനെ മണി മാനേജ് കൊണ്ട് റിസ്ക് മാനേജ്മെൻറ്റ് വെച്ചിട്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന തിരിച്ചറിവ്. അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മളിപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്ത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ശരിയല്ലേ? സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ വന്നിട്ടുള്ളൂ. ഈ സെക്കൻഡ് ഫേസിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിൽ കോൺസെൻട്രേഷൻ നടത്താനും അതോടൊപ്പം തന്നെ കൃത്യമായി അത് ഫോളോ ചെയ്യാനും നമ്മൾ സ്വന്തമായിട്ടൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി എടുക്കാനും ഒക്കെ പോകുന്നത് ഈ സെക്കൻഡ് ഫേസിലാണ്. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ സീറോയിലേക്ക് പോകുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ലോസ് സംഭവിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ സീറോയിലേക്ക് പോകുന്നില്ല. ഇവിടെ വെച്ച് ആദ്യത്തെ സ്റ്റേജിലുണ്ടായിരുന്നതിനേക്കാളും നമ്മുടെ കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കുന്നുണ്ടാകും. അപ്പോൾ ഏതൊരാളെ എടുത്ത് നോക്കിയാലും അത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനും ആ ഒരു അവസ്ഥയിലാണ്. അക്കൗണ്ട് സീറോ ആകുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുവാണ്, അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകണം. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇത് മാക്സിമം സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർ തീരുമാനങ്ങൾ എടുക്കുന്നത് നമുക്കറിയാം. 90% ഓഫ് ടൈമും ഏതൊരു മനുഷ്യരും തീരുമാനം എടുക്കുന്നത് ഇമോഷണലാണ്, ലോജിക്കലൊന്നുമല്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലോജിക്കലി തീരുമാനം എടുത്ത് തുടങ്ങി. കാരണം നമുക്കറിയാം റിസ്ക് റിവാർഡ് കൃത്യം ഫോളോ ചെയ്തില്ലേ നമ്മൾ അക്കൗണ്ട് സീറോ ആകും. എന്നിട്ട് പോലും ഈ ദിവസം നമ്മൾ ലോജിക്ക് വിട്ടു, ഇമോഷണൽ ട്രേഡ് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ലോസ് കൂടി. അതേപോലെ വേറെ ദിവസങ്ങളും ഈ ഒരു ദിവസം 2 ട്രേഡ് എടുത്തു, അപ്പോഴും നമുക്ക് കൂടി. അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇങ്ങനെ, ഇതൊരു അബദ്ധം പറ്റിയ ദിവസമാണ്, അത് ഇമോഷണൽ ട്രേഡ് അല്ല 900-ൻ്റെ ലോസ് വന്നേക്കുന്നത്. അത് നമുക്ക് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏത് ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എനിക്കിപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡേ ഉള്ളൂ, 2 ദിവസം മാത്രമേ ഞാൻ 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അതായത് ഇമോഷൻ കയറി വരുമ്പോഴാണ് ഒരു നഷ്ടം സംഭവിച്ചാൽ നമ്മൾ പുറകെ പോയി വീണ്ടും അതിനെ പിടിച്ച് മേടിച്ച് തിരിച്ച് പ്രോഫിറ്റിൽ കൊണ്ടുവരണം എന്നൊരു വാശിക്ക് നമ്മൾ പോകും. ആ ഒരു ഫേസാണ് ഫസ്റ്റ് ഫേസ്. ഇപ്പോൾ അത് മാറി. എന്നിരുന്നാൽ പോലും ചില ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളിൽ നമുക്ക് ആ ഇമോഷൻ കയറി വന്നു, അതിനുള്ള നഷ്ടം നമ്മൾ സഹിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ചെയ്ത് നമുക്ക് വീണ്ടും ബോധ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെയാണ് നമുക്കിവിടെ ഈ നഷ്ടം കാണുന്നത്. ഓക്കെ, ഇനി ഇത് ബോധ്യപ്പെട്ടിട്ട് ഈ സെക്കൻഡ് ഫേസിൽ നമ്മൾ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ കൃത്യമായി മാർക്കറ്റിനെ അംഗീകരിക്കാനും ഒപ്പം നമ്മുടെ ഇമോഷൻസ് ഇല്ല. എന്തുകൊണ്ട് ഇമോഷൻസ് ഇല്ല? ഇതെൻ്റെ കഴിവുമല്ല, എൻ്റെ കഴിവുകേടുമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു മെഷീൻ പോലെ മെക്കാനിക്കലി മാത്രമേ നമുക്കിവിടെ ട്രേഡിനകത്ത് എന്തെങ്കിലും ചെയ്യാനുള്ളൂ എന്ന പൂർണ്ണ ബോധ്യം നമുക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഡിസിപ്ലിൻ കുറച്ച് അഗ്രസീവായിട്ട് ഇല്ലെ കുറച്ച് കൃത്യതയോടുകൂടെ ഡിസിപ്ലിനായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് ഒന്ന് കടന്നു കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ഒരു 100 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളും ഈ ഒരു ഫേസിൽ അങ്ങ് ഫിക്സ് ആകും. അപ്പോൾ ഏതൊരു സാഹചര്യത്തോടും ഏതൊരു മനുഷ്യനും നിർവാഹം ഇല്ലാതെ വന്നാൽ നിവൃത്തികേട് കൊണ്ട് ഇണങ്ങിച്ചേരും, അല്ലേ? അത്രേ ഉള്ളൂ. ഇവിടെയും ഇവിടെ വിജയിക്കാൻ പോകുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ നിവൃത്തികേടാണ്. നമുക്കിതേ ചെയ്യാനുള്ളൂ. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് അപ്പം തന്നെ ഇടണം. എപ്പോഴും വെക്കുന്ന സ്റ്റോപ്പ് ലോസിൻ്റെ ഇരട്ടി നമ്മൾ മിനിമം ടാർഗറ്റ് വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ലാഭം കിട്ടത്തില്ല. ലാഭം കിട്ടിക്കൊണ്ടിരുന്നാലും നമ്മൾ വിജയിക്കത്തില്ല. ഈ ഒരു തിരിച്ചറിവുകളൊക്കെ ഈ സ്റ്റേജിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സെക്കൻഡ് ഫേസ് നമ്മൾ വിജയകരമായി 100 ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, 10 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അക്കൗണ്ട് സീറോയായി വാഷ് ഔട്ടായി മറ്റെല്ലാവരും ഞാൻ പറഞ്ഞു 90% ആൾക്കാരും ഫസ്റ്റ് ഫേസിൽ ഇട്ടിട്ട് പോകും. അതുപോലെ നമുക്ക് ഇട്ടിട്ട് പോകേണ്ടി വരുന്നില്ല. 100 ദിവസം കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആകുന്നില്ലെങ്കിൽ സെക്കൻഡ് ഫേസിൽ നമ്മൾ വിജയിച്ചു. 200ാമത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഗ്രോത്ത് ഇല്ലെങ്കിൽ സീറോയിൽ പോയിട്ടില്ലെങ്കിൽ ഓക്കെ, അതൊരു വിജയം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 200 ദിവസം എന്ന് പറയുമ്പോൾ 1 വർഷമായിട്ടുള്ളൂ. 10 വർഷം ഈ ട്രേഡിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടേക്കുന്നത് ഇതാണ്: ലോകത്ത് വിജയിച്ച 6-7 വർഷം
കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3-4 വർഷം 1 രൂപ പോലും അയാൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പോലും 7-8 വർഷം പൂർത്തീകരിച്ച എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് മിനിമം 2-3 വാഹനങ്ങൾ 1 കോടി രൂപയ്ക്ക് മുകളിലുള്ളത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ കംപ്ലീറ്റ് നെറ്റ്വർത്തൊന്നും അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യുന്നത് ട്രേഡുകൾ ഓരോന്നും എൻ്റേതായ ശൈലിയിലാണ്. ഇവിടെ ഓരോരുത്തർക്കും മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അവരുടേതായ ശൈലി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമുക്കിടാൻ പറ്റുന്ന ഡ്രസ്സ് ഇപ്പോൾ ഒരാൾക്ക് ഇടുന്ന അതേ ഷർട്ട് തന്നെ എല്ലാവരെയും നമുക്ക് ഇടിപ്പിക്കാൻ പറ്റത്തില്ല. സെയിം എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളിവിടെ വന്ന് ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഓരോ ട്രേഡും എടുക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലും സ്വന്തം ശൈലിയിലും ഓരോ ട്രേഡും എടുക്കുക. അങ്ങനെ മാനസികമായ ഇമോഷൻസ് കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുത്ത് തുടങ്ങുമ്പോൾ അതർവൈസ് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങളുടെ കൺട്രോളിലല്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം അത് അംഗീകരിച്ചുകൊണ്ട് നഷ്ടം കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് നിങ്ങൾ എപ്പോൾ ട്രേഡ് എടുത്ത് തുടങ്ങുന്നോ അപ്പോൾ തൊട്ട് നിങ്ങളുടെ വിജയത്തിലേക്ക് ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ വെക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ കുറച്ചധികം സൈക്കോളജിക്കലാണ് കാര്യങ്ങളെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. കുറച്ചധികം സമയം എടുക്കുമെന്ന് മനസ്സിലാക്കുക. കാരണം ആദ്യത്തെ 2-3 വർഷം സീറോയിൽ വാഷ് ഔട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് അതിനുശേഷം 10 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ വളരെ റിച്ചായിട്ടുള്ള ലൈഫ് നയിക്കുന്നതെന്ന് ആലോചിക്കുക. മറ്റേതൊരു മേഖലയിലെയും പോലെ ട്രേഡിങ്ങിലും വിജയിക്കണമെങ്കിൽ, ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും വിജയിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ലോങ് പ്രോസസ്സിൽ ഒരേ കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നവരെല്ലാവരും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാരുടെ ലൈഫ് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ അത് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത്തരം ഓരോരുത്തരുടേത് ലൈഫിൽ അവരുടെ കഥകൾ വേണമെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കട്ടെ, സമയമുള്ളതനുസരിച്ച് അതിനെപ്പറ്റി കൂടെ ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ നമുക്ക് വേണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് വേണം. നിങ്ങളുടെ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് ഇവിടെ കൊണ്ട് തീരുവാണ്. മറ്റൊരു ട്രേഡുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.